നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കും എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. നടിയെ ആക്രമിച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് വിലയിരുത്തിയ കോടതി ദിലീപിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നും നിരീക്ഷിച്ചു. ഹൈക്കോടതി ഹർജി തള്ളിയ സാഹചര്യത്തിൽ ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ തുടരും. 12 പേജുള്ള വിധിന്യായത്തിൽ ദിലീപിനെതിരെ കടുത്ത നിരീക്ഷണങ്ങളും പരാമർശങ്ങളും കോടതി നടത്തിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ ദിലീപിന് പങ്കാളിത്തമുണ്ടെന്ന് സംശയിക്കുന്നതിന് ശക്തമായ തെളിവുകളുണ്ടെന്ന് കോടതി വിലയിരുത്തി. അന്വേഷണം പൂർത്തിയാക്കാത്ത സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ വലിയ സ്വാധീനമുള്ള പ്രതി തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിക്കും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി അംഗീകരിച്ചു. ക്രൂരമായ കുറ്റകൃത്യമാണ് നടന്നതെന്ന് കോടതി വിലയിരുത്തി. നടിയെ ആക്രമിച്ച സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു. കൃത്യത്തിൽ ദിലീപിനെതിരായ തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചതായും കോടതി കണ്ടെത്തി. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോണും മെമ്മറി കാർഡും കണ്ടെത്താനുണ്ട്. ഭാവിയിൽ ഇത് പുറത്തുവന്നാൽ ഇരയുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന നിരീക്ഷണവും വിധിന്യായത്തിലുണ്ട്. അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇയാൾ ഒളിവിലാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യവും കോടതി പരിഗണിച്ചു. അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ തുടരും. ആദ്യ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനാൽ നാളെ ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയോ സാഹചര്യം മാറിയ ശേഷം ഹൈക്കോടതിയെ തന്നെ സമീപിക്കുകയോ ആണ് ഇനി ദിലീപിന് മുന്നിലുള്ള പോംവഴി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന്റെ കയ്യിൽ 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമി ഉള്ളതായി രേഖകൾ. ദിലീപ് 55 ഇടപാടുകളിലായി 21.67 ഏക്കർ ഭൂമി സമ്പാദിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് ശേഖരിച്ച രേഖകളിലാണ് ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കുടുംബത്തിന് കൈവശം വെക്കാൻ കഴിയുക 15 ഏക്കർ ഭൂമി മാത്രമാണ്. ഭൂമി ഇടപാടിൽ ദിലീപിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചതായും സൂചനയുണ്ട്. ദിലീപിനെതിരെ റവന്യൂ വകുപ്പ് മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്തില്ല. സംസ്ഥാനത്തെ 5 ജില്ലകളിലായി ദിലീപ് നടത്തിയ ഭൂമി ഇടപാടിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമി കൈവശം വച്ചിരിക്കുന്നതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ദിലീപിന്റെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച് രജിസ്ട്രേഷൻ വകുപ്പ് സമാഹരിച്ച രേഖകൾ പ്രകാരമാണ് ഒരാൾക്ക് കൈവശം വയ്ക്കാൻ നിയമപരമായുള്ള ഭൂപരിധിക്ക് മുകളിൽ ഭൂമിയുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ, ദിലീപ്, മകൾ എന്നിവരടങ്ങിയ കുടുംബത്തിന്റെ കൈവശം നിലവിൽ 21.67 ഏക്കർ ഭൂമിയാണ് രേഖകളിൽ ഉള്ളത്. 1963 ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു കുടുംബത്തിന് പരമാവധി കൈവശം വയ്ക്കാനുള്ള ഭൂപരിധി 15 ഏക്കറാണ്. അളവിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ നിയമത്തിലെ 120A പ്രകാരം റവന്യൂ വകുപ്പ് ഭൂമി മിച്ചഭൂമിയായി കണക്കാക്കണം. മാത്രമല്ല, റവന്യൂ വകുപ്പ് ഈ വിവരം സബ് രജിസ്ട്രാറെ അറിയിക്കുകയും വേണമെന്നാണ് ചട്ടം. ദിലീപിന്റെ കാര്യത്തിൽ റവന്യൂ വകുപ്പ് ഈ നടപടികൾ സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല, താലൂക്ക് ലാൻഡ് ബോർഡിൽ മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്യാനും നാളിതുവരെ തയ്യാറായിട്ടില്ല. ദിലീപിന്റെ നിയമവിരുദ്ധ ഭൂമി ഇടപാടുകൾക്ക് റവന്യൂ വകുപ്പിന്റെ സഹായം ലഭിച്ചുവെന്നാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ദിലീപിന്റെ ഭൂമി ഇടപാട് സംബന്ധിച്ച രേഖകളിൽ ഇപ്പോഴും റവന്യൂ വകുപ്പിന് അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട്. ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ 6 ഏക്കർ 67 സെന്റ് മിച്ചഭൂമിയാണ് ദിലീപ് കൈവശം വച്ചിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ PC ജോർജ് MLAയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് PC ജോർജ് ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരാമർശത്തിന് കാരണമാകുന്ന തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ PC ജോർജിനെയും ചോദ്യം ചെയ്യുന്നത്. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് PC ജോർജ് MLA വിവാദ പരാമർശം നടത്തിയത്. ദിലീപിനെ കൊടുക്കാൻ കോടിയേരി ബാലകൃഷ്ണനും ADGP B സന്ധിയും ഒരു തിയേറ്റർ ഉടമയും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പരാമർശം. മാത്രമല്ല, കാക്കാട്ട് ജയിലിൽ വെച്ച് പൾസർ സുനി കത്തയച്ചതിന് പിന്നിൽ ജയിൽ സൂപ്രണ്ടും ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് PC ജോർജ് മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം PC ജോർജിൽ നിന്ന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചത്. ആലുവ റൂറൽ SP AV ജോർജ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പ്രമാദമായ കേസിൽ ഒരു ജനപ്രതിനിധി തന്നെ പ്രതിക്ക് അനുകൂലമായി സംസാരിച്ചത് ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ എന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയും. MLAയുടെ ആരോപണം രാഷ്ട്രീയ പ്രേരിതം എന്നതിനപ്പുറം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥയ്ക്കും എതിരായതിനാൽ ഇക്കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിയും. അതേസമയം തന്നെ വിരട്ടാൻ ആരും നോക്കേണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നുമായിരുന്നു PC ജോർജിന്റെ മറുപടി. പിന്നെ ഗൂഢാലോചന നമ്മുടെ ദിലീപിന്റെ കേസിലുണ്ടെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്താമെല്ലാം പോലീസിന് ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഫോണിൽ വിളിച്ചാൽ മതി, വരാൻ പറയാം, ഞാൻ സമയം കൊടുക്കാൻ വന്നാൽ മതി, പറഞ്ഞു കൊടുക്കും. ഒരു പൊതുപ്രവർത്തന നിലയിൽ ഇപ്പൊ ഈ ഗൂഢാലോചനയിൽ നമ്മുടെ ദിലീപിനെ കൊടുക്കാൻ ഞാൻ പറഞ്ഞ 3 ആളുകൾ ഗൂഢാലോചന നടത്തി കാണുമെന്നാണ് എന്റെ വിശ്വാസം. അത് പറയാൻ സ്വാതന്ത്ര്യമില്ലേ?
രാഷ്ട്രീയ പ്രവർത്തനം അത് പറയും, ഇനിയും പറയും. ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ തള്ളിയ പ്രതിക്ക് വേണ്ടി ഒരു ജനപ്രതിനിധി തന്നെ രംഗത്ത് വന്നത് വലിയ ആക്ഷേപങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജുമായി ദിലീപിന് റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ളതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തന്നെ അപായപ്പെടുത്താൻ ശ്രമം നടക്കുന്നു എന്നാരോപിച്ച് PT തോമസ് MLA പാലാരിവട്ടം പോലീസിൽ പരാതി നൽകി. വാഹനത്തിന്റെ ടയറുകളുടെ നട്ടുകൾ ഇളക്കിയെന്നാരോപിച്ചായിരുന്നു പരാതി. ഇന്നലെ വൈകിട്ട് പൊന്നുരുണി പാലത്തിന് സമീപമായിരുന്നു സംഭവം. വഴിയാത്രക്കാരാണ് കാറിന്റെ ടയറുകൾ ഇളകിയതായി അറിയിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിന്റെ 4 ടയറുകളുടെയും നട്ടുകൾ ഇളകിയതായി കണ്ടെത്തി. തുടർന്ന് ഇന്ന് ഉച്ചയോടെ MLA പരാതി നൽകുകയായിരുന്നു. മെഡിക്കൽ കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട വർക്കല SR മെഡിക്കൽ കോളേജ്, ചെർപ്പുളശ്ശേരി കേരള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 7 കോളേജുകൾക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവേശന അനുമതി നിഷേധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് MCI നടപടി. ഇതോടെ സംസ്ഥാനത്തിന് 1000-ഓളം MBBS സീറ്റുകൾ നഷ്ടമാകും. BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോഴ വിവാദത്തിൽ കുടുങ്ങിയ വർക്കല SR മെഡിക്കൽ കോളേജ്, ചെർപ്പുളശ്ശേരി കേരള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള 7 മെഡിക്കൽ കോളേജുകൾക്കാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവേശന അനുമതി നിഷേധിച്ചത്. തൊടുപുഴ അൽ അസർ, പത്തനംതിട്ട മൗണ്ട് സിയോൺ, വയനാട് DM, ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്നിവയാണ് മറ്റുള്ളവ. അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് MCI ഈ മെഡിക്കൽ കോളേജുകളുടെ പ്രവേശനാനുമതി നിഷേധിച്ചത്. ഈ കോളേജുകൾ MCI മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് മെഡിക്കൽ കൗൺസിൽ നടത്തിയ മുൻ പരിശോധനകളിലും കണ്ടെത്തിയിരുന്നു. കണ്ണൂർ മെഡിക്കൽ കോളേജ്, ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് എന്നിവയുടെ 1 വർഷത്തെ പ്രവേശനവും മറ്റ് 4 മെഡിക്കൽ കോളേജുകളിലെ വരുന്ന 2 വർഷത്തെ പ്രവേശനവുമാണ് MCI തടഞ്ഞത്. ഇതോടെ സംസ്ഥാനത്തിന് 1000-ഓളം MBBS സീറ്റുകൾ നഷ്ടമാകും. PV കുട്ടൻ, കോഴിക്കോട്. മെഡിക്കൽ കോളേജ് കോഴയിൽ വിശദീകരണവുമായി കോളേജ് ഉടമ R ഷാജി. BJP നേതാവ് RS വിനോദ് പറഞ്ഞതനുസരിച്ചാണ് സതീഷ് നായർക്ക് പണം നൽകിയത് എന്ന് R ഷാജി. അതേസമയം അന്വേഷണവുമായി സഹകരിക്കേണ്ടതില്ല എന്ന് BJP തീരുമാനം. BJP സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയിൽ അന്വേഷണം നടത്തുന്ന വിജിലൻസ് സ്പെഷ്യൽ സെൽ യൂണിറ്റ് 3-ലെത്തിയാണ് SR മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ ഉടമ R ഷാജി മൊഴി നൽകിയത്. BJP സംസ്ഥാന സഹകരണ സെൽ കൺവീനറായിരുന്ന RS വിനോദ് പറഞ്ഞിട്ടാണ് താൻ കൺസൾട്ടൻസി എന്ന് പരിചയപ്പെടുത്തിയ സതീഷ് നായർക്ക് കോഴപ്പണം കൈമാറിയതെന്ന് R ഷാജി മൊഴി കൊടുത്തു. മുഴുവൻ തുകയും സതീഷ് നായർ കൈപ്പറ്റിയെന്ന് പറഞ്ഞ ഷാജി നൽകിയ തുക എത്രയാണെന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മറച്ചുവെച്ചിരിക്കുകയാണ്. കൊടുത്ത പണത്തിന്റെ രേഖകൾ നോക്കിയ ശേഷം തുക അറിയിക്കാമെന്നും രേഖകൾ ഹാജരാക്കാമെന്നും ഷാജി വിജിലൻസ് SP ജയകുമാറിനോട് പറഞ്ഞു. BJP ഭാരവാഹികളായ അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ തന്നിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. വേണാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായ RS വിനോദിനോട് കോഴയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും ഷാജി വിജിലൻസിനോട് വെളിപ്പെടുത്തി. വേണാട് കോപ്പറേറ്റീവ് ബാങ്ക് നടത്തുന്ന RS വിനോദ് എന്ന് പറഞ്ഞ ഒരാളിനെ അവർ പരിചയപ്പെടുത്തുന്നത്, അയാൾ എന്നെ വന്ന് കാണുന്നതും അപ്പോൾ എൻ്റെ കൺസൾട്ടിനെ കാണാൻ പറയുന്നു. അവർ തങ്ങളിൽ കാര്യങ്ങളെല്ലാം നടത്തുകയായിരുന്നു. RS വിനോദ് BJP ഭാരവാഹി എന്നത് തനിക്ക് അറിയില്ലായിരുന്നു. എത്ര പണം നൽകിയെന്നത് ഓർമ്മയില്ല. താൻ BJPക്ക് പരാതി നൽകിയിട്ടില്ല. സതീഷ് നായരെ നേരിട്ടറിയില്ല. ഒരു BJP നേതാവിനെയും തനിക്കറിയില്ല എന്നിങ്ങനെയുള്ള വർഷങ്ങളായി കേരളത്തിനകത്തും വിദേശത്തും വിവിധ ബിസിനസ്സുകളും കോളേജും മറ്റും നടത്തുന്ന R ഷാജി പറയുന്ന ഈ കാര്യങ്ങൾ കോമൺ സെൻസ് ഉള്ള ആരും വിശ്വസിക്കില്ലെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ കോഴ ഇടപാടിൽ സതീഷ് നായർക്കെതിരെ ക്രിമിനൽ നടപടികളുമായി പോകുമെന്നും ഷാജി വ്യക്തമാക്കി. അതേസമയം BJP നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് R ഷാജി മലക്കം മറിഞ്ഞതെന്നാണ് സൂചന. വിജിലൻസിന് മുന്നിൽ പോകേണ്ടതില്ലെന്ന് BJP നേതാക്കൾ നിർദ്ദേശിച്ചെങ്കിലും ഒരു ബിസിനസ്സുകാരനെന്ന നിലയിൽ എനിക്ക് ഭയമുണ്ടെന്നും ഞാൻ പോകുമെന്നും എന്നാൽ BJPക്കെതിരെ ഒന്നും പറയുകയില്ലെന്നും R ഷാജി രാവിലെ തന്നെ BJP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറന്മുള മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി നടത്തിയതിന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിനെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം ആരംഭിച്ചു. കേന്ദ്രത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലഭിച്ച 87 ലക്ഷം രൂപയിൽ 35 ലക്ഷം രൂപയുടെ കണക്ക് ഹാജരാക്കിയില്ല എന്ന പരാതിയിലാണ് അന്വേഷണം. ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച MT രമേശ് മണ്ഡലത്തിൽ ചിലവാക്കിയ തുകയിൽ 35 ലക്ഷം രൂപയുടെ കണക്ക് നൽകിയില്ല എന്ന പരാതിയിലാണ് നേതൃത്വം MT രമേശിനെതിരെ അന്വേഷണം ആരംഭിച്ചത്. 87 ലക്ഷം രൂപയായിരുന്നു കേന്ദ്ര നേതൃത്വം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി നൽകിയിരുന്നത്. ഇതിൽ നിന്നാണ് 35 ലക്ഷം രൂപ അപ്രത്യക്ഷമായതും. BJP ജില്ലാ പ്രസിഡന്റായിരുന്ന TR അജിത് കുമാറിനെയും അന്വേഷണ സമിതി വിളിച്ചു വരുത്തും. RSSും ഫണ്ട് തിരിമറിയിൽ BJP നേതൃത്വത്തോടൊപ്പം ചേർന്നാണ് അന്വേഷണം നടത്തുന്നത്. മെഡിക്കൽ കോളേജ് അഴിമതിയിൽ MT രമേശിന്റെ പേര് ഇതിനോടകം ഉയർന്നു വന്നിരുന്നു.
അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കണക്ക് നൽകിയില്ല എന്ന പരാതിയിലും MT രമേശിനെതിരെ അന്വേഷണം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മെഡിക്കൽ കോളേജ് കോഴയിൽ BJP തിരുത്തൽ നടപടിയെടുക്കണമെന്ന് RSS പ്രാന്ത കാര്യവാഹ് P. ഗോപാലൻകുട്ടി മാസ്റ്റർ. RSS ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്നും ഗോപാലൻകുട്ടി കോഴിക്കോട് പറഞ്ഞു. അതെ, അത് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. BJPക്ക് നേതൃത്വമുണ്ട്, BJP അത് ചെയ്യും, BJP അത് ചെയ്യണം എന്നുള്ളതല്ലാതെ സംഘം വേറൊരു സംഘടനയുടെ അവരുടെ പ്രവർത്തനത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാനോ ഞങ്ങൾ ആളല്ല. BJP നേതാക്കളുടെ കോഴ ഇടപാടിൽ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാക്കളിൽ നിന്ന് അധ്യക്ഷൻ അമിത്ഷാ വിശദീകരണം തേടി. സംഘടനാ ചുമതലയുള്ള നേതാക്കളായ ഭൂപേന്ദ്ര യാദവ്, നളിൻ കട്ടിൽ എന്നിവരുമായി രാജസ്ഥാനിലാണ് അമിത്ഷാ ചർച്ച നടത്തിയത്. സംസ്ഥാന നേതാക്കളുടെ സ്വത്തിടപാടുകളിൽ RSS കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. അമിത്ഷാ ദില്ലിയിലെത്തിയ ശേഷം സംസ്ഥാന നേതൃമാറ്റം ചർച്ച ചെയ്യും. കോഴ വാങ്ങിയതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട RS വിനോദിന് മാത്രമേ പങ്കുള്ളൂവെന്ന സംസ്ഥാന BJP നേതൃത്വത്തിന്റെ നിലപാടിൽ കേന്ദ്ര നേതൃത്വം അമർഷത്തിലാണ്. JP നദ്ദ, രാജീവ് പ്രതാപ് റൂഡി എന്നിവരടങ്ങിയ കേന്ദ്രത്തിന്റെ പ്രാഥമിക അന്വേഷണ സമിതി ജില്ലാ നേതാക്കൾ വരെ കോടികളുടെ അഴിമതി നടത്തിയെന്നാണ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. അഴിമതിയും റിപ്പോർട്ട് ചോർച്ചയും വിഭാഗീയതയിലൂടെ തകർന്ന നേതൃത്വവും എന്ന നിലപാടിലുറച്ച RSS സംസ്ഥാന BJP നേതാക്കളുടെ സ്വത്തിടപാടുകളിൽ രഹസ്യ പരിശോധന നടത്തിയിരുന്നു. കേരളത്തിന് പുറത്തും നേതാക്കളുടെ സ്വത്തിടപാടുകളിലെ അതൃപ്തി RSS നേതൃത്വം കേന്ദ്രത്തെ അറിയിച്ചു. കോടികളുടെ കോഴ ഇടപാടിൽ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള നേതാക്കളായ ഭൂപേന്ദ്ര യാദവ്, നളിൻകുമാർ കട്ടിൽ എന്നിവരിൽ നിന്ന് രാജസ്ഥാനിലെത്തിയ അമിത്ഷാ വിശദീകരണം തേടി. RS വിനോദിന് പാർട്ടിയുമായി അടുത്ത ബന്ധം ഉണ്ടാക്കാനായത് കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായ ശേഷമെന്നാണ് ദേശീയ സംഘടനാ നേതാക്കളുടെയും വിലയിരുത്തൽ. റിപ്പോർട്ട് ചോർന്നതിൽ ആരോപണം നേരിടുന്ന ജനറൽ സെക്രട്ടറി VV രാജേഷ് ഉൾപ്പെടെ 4 ജനറൽ സെക്രട്ടറിമാരുടെ സ്ഥാനചലന ആവശ്യവും RSS ഉയർത്തി. ദില്ലിയിൽ അമിത്ഷാ മടങ്ങിയെത്തിയ ഉടൻ സംസ്ഥാന നേതൃത്വത്തിലെ അഴിച്ചുപണിക്ക് തുടക്കമാകുമെന്നാണ് വിവരം. കോഴ ആരോപണം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന അധ്യക്ഷന് വൻ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ കുമ്മനം രാജശേഖരനു പകരം മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാനാകാത്തത് ദേശീയ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നു. മനുശങ്കർ, ദില്ലി. പീപ്പിൾ ഇംപാക്ട് സൈന്യത്തിൽ ജോലി വാഗ്ദാനം ചെയ്തത് പണം തട്ടിയ കേസിൽ BJP നേതാവ് MP രാജനെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കുറ്റ്യാടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജോലിക്ക് കോഴ വാർത്ത പീപ്പിൾ TV ആണ് പുറത്തുവിട്ടത്. സൈന്യത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് RSS ശാഖാ മുഖ്യ ശിക്ഷകായ കക്കട്ടിലെ അശ്വതിൽ നിന്നും BJP മേഖലാ സെക്രട്ടറി MP രാജൻ കോഴ വാങ്ങിയ വാർത്ത പീപ്പിൾ TV ആണ് പുറത്തുവിട്ടത്. 1,40,000 രൂപയാണ് MP രാജൻ വാങ്ങിയത്. ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് പണം തിരികെ ചോദിച്ചപ്പോൾ MP രാജനും സംഘവും ചേർന്ന് അശ്വന്തിനെ മർദ്ദിച്ചു. പീപ്പിൾ വാർത്തയെ തുടർന്ന് കുറ്റ്യാടി CI പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം MP രാജനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. MP രാജനും സംഘവും ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി യുവാക്കളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് അശ്വന്ത് പീപ്പിളിനോട് പറഞ്ഞു. ഇതുപോലത്തെ ഒട്ടനവധി പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ അടിച്ചമർത്തുകയും ഇതിന്റെ ഫലമായി അവരൊന്നും ഇതൊന്നും പുറത്തു പറയുന്നില്ല. ഇങ്ങനെ എന്നെ പോലെ വഞ്ചിക്കപ്പെട്ട കുറെ ആൾക്കാർ ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. വയനാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളുടെ ചുമതലയുള്ള മേഖലാ സെക്രട്ടറിയാണ് രാജൻ. ഇയാൾക്കെതിരെ അശ്വന്തും കുടുംബവും BJP ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും നേരിട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. PV കുട്ടൻ, കോഴിക്കോട്. കോവളം MLA വിൻസെന്റിനെതിരെ പരാതി നൽകിയ വീട്ടമ്മയ്ക്ക് നേരെ ചീമുട്ടയെറിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ. തെളിവെടുപ്പിനായി ബാലരാമപുരത്തെ വീട്ടിലെത്തിച്ചപ്പോൾ വീട്ടമ്മയ്ക്ക് നേരെ അസഭ്യവർഷവുമായി സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. മുദ്രാവാക്യം വിളികളുമായി സ്ഥലത്ത് തടിച്ചുകൂടിയ കോൺഗ്രസുകാർ 1 മണിക്കൂറിലേറെ റോഡ് ഉപരോധിച്ചു. വിൻസെന്റ് സ്ത്രീയെ പീഡിപ്പിച്ചത് 2 തവണ എന്ന് തെളിയിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്തായി. 2016 സെപ്റ്റംബർ 10-നും നവംബർ 16-നുമായി 2 തവണയാണ് കോവളം MLA M. വിൻസെന്റ് ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തതെന്ന് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അനുവദിക്കരുതെന്നും റിമാൻഡ് അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. പീഡിപ്പിക്കപ്പെട്ട ദിവസം പരാതിക്കാരിയായ സ്ത്രീ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസ് വീട്ടമ്മയുടെ ബാലരാമപുരത്തെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. പരാതിക്കാരിയായ വീട്ടമ്മയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തത്. തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ഒരു വിഭാഗം സ്ത്രീകൾ കടുത്ത അസഭ്യവർഷവുമായി തെളിവെടുപ്പ് നടക്കുന്ന വീടിന് മുന്നിലെത്തി. 10-ൽ താഴെ പോലീസുകാർ മാത്രമാണ് അപ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നത്. കൂട്ടത്തോടെ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി പോലീസിനും പരാതിക്കാരിയായ വീട്ടമ്മയ്ക്കുമെതിരെ മുദ്രാവാക്യം വിളികളുമായി റോഡ് ഉപരോധം ആരംഭിച്ചതോടെ സമീപ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി.
പോലീസിനെയും വീട്ടമ്മയെയും ചീമുട്ടയെറിയുമെന്ന നിലപാടിലായിരുന്നു അവർ. ബാലരാമപുരത്തെ വീട്ടിൽ താമസിപ്പിച്ചാൽ വീട്ടമ്മ ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയതോടെ ബന്ധുവീട്ടിലേക്ക് മാറ്റാൻ പോലീസ് തീരുമാനിച്ചു. കടുത്ത പ്രതിഷേധത്തിന് നടുവിലൂടെ പോലീസ് വാനിൽ ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രവർത്തകർ മുട്ടയേറി തുടങ്ങി. എന്നാൽ പോലീസ് സംയമനം പാലിച്ചതിനാൽ കടുത്ത സംഘർഷം ഒഴിവായി. പരാതിക്കാരിയായ വീട്ടമ്മയെ ബാലരാമപുരത്തെ വീട്ടിൽ താമസിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികളായ കോൺഗ്രസ് പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിൻസെന്റ് എം എൽ എ രാജിവെക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ച മഹിളാ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേക യോഗം ചേർന്നു. വിൻസെന്റിനെതിരെ പരാതി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു. റിനു, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, നേരത്തെ തന്നെ കോവളം MLA പീഡനത്തിൽ പ്രതിയായി അറസ്റ്റിലായ കോവളം MLA വിൻസെന്റ് രാജിവെക്കണം, MLA സ്ഥാനം തന്നെ രാജിവെക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മഹിളാ കോൺഗ്രസ്. ആ നിലപാടിൽ തന്നെയാണ് അവർ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. അതായത് പ്രത്യേക രീതിയിൽ യോഗം ചേർന്നുകൊണ്ട് പരാതി ഇദ്ദേഹത്തിന്റെ MLA സ്ഥാനം ഇപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തിനെതിരെ സംഘടനാ നടപടി എടുത്തിട്ടുണ്ട്. അതുമാത്രം പോരാ, MLA സ്ഥാനം തന്നെ രാജി വെക്കണമെന്നുള്ള ഉറച്ച നിലപാട് പരാതിയുമായി ഹൈക്കമാൻഡിനെ അറിയിക്കും. ഇത് കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് അറിയിക്കും. ഇതിനെതിരെ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നാളെ നടക്കുന്ന KPCC യോഗത്തിലും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തന്നെയാണ് മഹിളാ നേതാക്കളുടെ നിലപാട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരങ്ങൾ. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഇവരെ, അതായത് മഹിളാ കോൺഗ്രസ് നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ പരാതികൾ കേൾക്കാതെ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ നിലപാട് എങ്കിൽ കടുത്ത തീരുമാനം എടുക്കും എന്നുള്ളത് കൂടിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ. അരുൺ.